ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായിട്ടുള്ള ശ്രീ പത്മകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പത്മകുമാർ, ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമവുമായി സർക്കാരിന് മുന്നോട്ട് പോകാം എന്ന സുപ്രധാനമായ തീരുമാനമാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു തീരുമാനമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇങ്ങനൊരു അയ്യപ്പ സംഗമം നടത്തുന്ന കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും അതിനെ സഹായിക്കുന്ന കേരള ഗവൺമെന്റിനെയും അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി അഭിനന്ദിക്കുകയാണ്. പറയാം ശ്രീ പത്മകുമാർ. മാത്രമല്ല, ഇപ്പോ ഇങ്ങനൊരു ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾ കൂടിയാണ് ഞാൻ. കാരണം എന്റെ കാലത്ത് നടത്താൻ കഴിഞ്ഞില്ല, ഈ കാലഘട്ടത്തിൽ നടത്താൻ കഴിഞ്ഞതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ആളാണ്. അത് ശബരിമലയുടെ പ്രാധാന്യം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും കൂടുതൽ മേഖലകളിലേക്ക് എത്തിക്കാനും അത് സഹായകരമാകും എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നല്ല നിലയ്ക്ക് നടക്കുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. അതിന്റെ പങ്കാളിത്തവും നല്ല നിലയ്ക്ക് ഉണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത്. ശ്രീ എ പത്മകുമാർ, ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ ഇവന്റ് ആണല്ലോ. കേരളത്തിലെ തന്നെ, രാജ്യത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രം എന്ന നിലയിൽ ആഗോള അയ്യപ്പ സംഗമം ശബരിമലയിലേക്ക് അതാദ്യമായി നടത്തുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് കേരളത്തിലെ അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു ആധ്യാത്മിക മേഖലയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമായി തന്നെ ശബരിമലയുടെ വികസനത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള വലിയൊരു ഘട്ടമാണല്ലോ. അപ്പോൾ ഇതിനെ തടയിടാനുള്ള ഒരുപാട് നീക്കങ്ങൾ ഉണ്ടായി എന്ന പരാതികൾ വ്യാപകമായി ഇതിനോടകം തന്നെ ഉണ്ടായി. വിവിധ ഹർജികൾ ഇതുമായി ബന്ധപ്പെട്ട് തടസ്സ ഹർജികൾ ഉൾപ്പെടെ ഹൈക്കോടതിയിലും ഇപ്പോൾ സുപ്രീം കോടതിയിലും എത്തി. അതെല്ലാം കോടതികൾ അതിൽ ഇടപെടാനില്ല എന്ന കാര്യം അറിയിച്ചിരിക്കുകയും ചെയ്യുകയാണ്. ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് താങ്കൾ കരുതുന്നത്? അത് ഈ കപടമായി ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് പ്രചരിപ്പിക്കുന്നവരും ഈ ഈശ്വരവിശ്വാസത്തെ ഉൾപ്പെടെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവരുമാണ് ഇതിന്റെ പിന്നിലെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. ഇപ്പോ ശബരിമലയെ സംബന്ധിച്ച് പറഞ്ഞാൽ എല്ലാ കാലത്തും ഒരു തർക്കം ഉണ്ടാക്കുക, അതല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാക്കുക, അത് നിരന്തരമായി നടക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ദ്വാരപാലകരുടെ പ്രശ്നം പറഞ്ഞു. ദ്വാരപാലകരുടെ ഇത് കൊണ്ടുപോയി, അത് സത്യത്തിൽ നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെയാണ് കൊണ്ടുപോകേണ്ടത്. അക്കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷെ പ്രചരിപ്പിക്കുന്നുണ്ട 44 കിലോ സ്വർണത്തിന്റെ സാധനം കാണാനില്ലെന്നാണ്, ആ ദ്വാരപാലകരുടെ പ്രതിഷ്ഠ കാണാനില്ലെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്റെ കാലത്ത് അത് ചെയ്യുമ്പോൾ അതിന് മുമ്പേ സ്വർണം പൂശിയിരുന്നു എന്ന് പറയുന്നത് അതിൽ സ്വർണ്ണമൊന്നും ഉണ്ടായിരുന്നില്ല എന്റെ കാലത്ത്. അത് കറുത്ത് അവിടെ ഇരിക്കുമ്പോഴാണ് അത് മാറ്റിയിട്ട് ബാക്കിയെല്ലാം സ്വർണം പൊതിഞ്ഞിട്ടുണ്ട്, അത് ചെയ്യാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴാണ് അത് സ്വർണം പൂശാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ 394 ഗ്രാം സ്വർണം മാത്രമാണ് അതിലുള്ളത്. 44 കിലോ സ്വർണം. അത് പിന്നെ രണ്ടാമത് കൊണ്ടുപോയി അളന്നു നോക്കിയപ്പോൾ 38 ഉള്ള 6 കിലോ സ്വർണം കാണാനില്ല. അതിന്റെ കണക്കുൾപ്പെടെ ഇപ്പോഴത്തെ വില ഉൾപ്പെടെ നിശ്ചയിച്ചിട്ടാണ് ചില ആൾക്കാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇല്ലാത്ത നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. ഇത് വളരെ മനഃപൂർവ്വം തന്നെയാണ്. കാരണം ഇപ്പോ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി ആരാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്? സ്ത്രീകൾക്ക് പ്രവേശനം വേണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തത് ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. സമരം നടത്തിയതും ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ആചാരാനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ചില ആൾക്കാരുടെ മാത്രം കുത്തകാവകാശത്തിൽപ്പെട്ട കാര്യമാണെന്നും ബാക്കിയുള്ളവർക്കൊന്നും അതിനൊന്നും യാതൊരു ഉത്തരവാദിത്വവും ഇല്ലെന്നുള്ള ബോധ്യത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പരിഗണിക്കാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുമ്പോട്ട് തന്നെ പോകണം എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. വളരെ നന്ദി ശ്രീ എ പത്മകുമാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ്, അധ്യക്ഷൻ ആണ് ഇപ്പോൾ ഈ വിധിയെ സ്വാഗതം ചെയ്ത് ന്യൂസ് മലയാളത്തിലൂടെ പ്രതികരണം നടത്തിയിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് സർക്കാർ. ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അല്പസമയം മുമ്പാണ് ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചത്. സ്വാഗതാർഹമാണ്. നടപടികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 20-ാം തീയതി രാവിലെ 10:30 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പമ്പയിൽ വെച്ചു നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ 1-ാം പതിപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമായി തന്നെ
വിലയിരുത്തപ്പെടുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പച്ചക്കൊടി കൂടി ലഭിച്ചിരിക്കുകയാണ്.